കണക്കുകളെല്ലാം ഗംഭീരമാണ്. മൂവ് ചെയ്തിട്ടുള്ള മോഷൻസിന്റെ എണ്ണം 100, റെസൊല്യൂഷൻസിന്റെ എണ്ണം 165, പെറ്റീഷൻസിന്റെ എണ്ണം വെറും 20 എണ്ണമാണ്. 1957 തുടങ്ങി ഇന്ന് വരെ നിയമസഭയുടെ സൈറ്റിൽ കിടക്കുന്ന കണക്കാണ്. അനുവദിക്കാത്ത പെറ്റീഷൻസിന്റെ കണക്ക് ഇത് പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. 70 വർഷത്തിൽ ആകെ ഇത്രേ ഉള്ളൂ. വർഷത്തിൽ 10 എണ്ണം പോലും ഇല്ല. റൂൾ ഉണ്ടെന്നും റൂള് പ്രാപ്തിയുള്ള കുറെ MLA-മാര് എങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത കൊണ്ട് എനിക്ക് ചെറിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. നമുക്ക് കോൺസ്റ്റിറ്റ്യുവൻസി ഡെവലപ്മെന്റിന്റെ പവേഴ്സിലേക്ക് കിടക്കാം. അതായത് കോൺസ്റ്റിറ്റ്യുവൻസി വികസനത്തിന് 2 രീതിയിലാണ് ഒരു MLA-ക്ക് അധികാരമുള്ളത്. ഒന്ന്, ഫൈനാൻസ് മിനിസ്റ്ററോട് അല്ലെങ്കിൽ സഭയോട് തൻ്റെ അസംബ്ലിയിൽ ഉള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്പെസിഫിക് ആയി പണം വേണം എന്നുള്ള കാര്യം ചോദിക്കാൻ പറ്റും. ഡിമാൻഡ് ഇൻ ഗ്രാൻഡുകളിലുള്ള ഇടപെടലാണത്. 2, അവർക്ക് വേണ്ടി മാത്രമുള്ള ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ട് അനുവദിക്കുന്നുണ്ട്. അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഉപയോഗമാണ്. ഈ MLA ഫണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഡിമാൻഡിങ് ഗ്രാൻഡ് ഇതിപ്പോ എവിടെ നോക്കിക്കൊണ്ട് വന്നു? എവിടെ നിന്നും പൊക്കിക്കൊണ്ട് വന്നൊന്നുമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ അകത്തുള്ളതാണ്. ഇതിന്റെ ആർട്ടിക്കിൾ 203 ഈ ഡിമാൻഡ് ഇൻ ഗ്രാൻഡ്. ഈ ഡിമാൻഡ് ഇൻ ഗ്രാൻഡ്ക്ക് തൊട്ട് മുൻപ് ഒരു പരിപാടിയുണ്ട്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അതിന്റെ പേരാണ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് ഫൈനാൻസ് മിനിസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി വരാൻ പോകുന്ന വർഷത്തേക്ക് ഇത്ര രൂപയുടെ ചിലവ് വരും, അതിനെനിക്ക് ഇത്ര പൈസ വേണം എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഡിമാൻഡ് ഇൻ ഗ്രാൻഡ്. ഇനി ഒരു MLA-ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു കുടുംബത്തിന്റെ ലെവലിലേക്ക് ഇറക്കി പറയാം. ഒരു വീടിൻ്റെ അകത്ത് 12 മുറിയുണ്ട്, 12 അംഗങ്ങളുണ്ട്. അതിൽ അമ്മയാണ് ഫൈനാൻസ് മിനിസ്റ്റർ. അമ്മ ചെലവിന് വേണ്ടി ഒരു കണക്ക് എഴുതുന്നു ഈ വരാൻ പോകുന്ന വർഷത്തിൽ. അതിൽ 2ാമത്തെ മകന്റെ മുറി വെള്ള പെയിന്റ് മാറ്റി ഓറഞ്ച് പെയിന്റ് അടിക്കാം എന്ന് തീരുമാനിക്കുന്നു. അതിനുവേണ്ടി പൈസ വകയിരുത്തുന്നു. 6ാമത്തെ മകളുടെ മുറി ജനലിന്റെ പാളിയുടെ കൊളുത്തിളകിയതും കട്ടളയിൽ ചെറുതായിട്ട് ചെതല് വന്നതും മേൽക്കൂര കഴുക്കോലിന്റെ അവിടെ ചെറിയ പ്രശ്നങ്ങളുള്ളതുമാണ്. 6ാമത്തെ മകളാണ് ഒരു MLA എന്ന് വിചാരിക്കുക. 6ാമത്തെ മകള് വന്ന് ആ പറയുന്ന കണക്ക് ശരിയാവില്ല, ഒന്നുകിൽ എൻ്റെ കഴുക്കോലും ജനലും കട്ടളയും ശരിയാക്കാനുള്ള പൈസ സപ്ലിമെന്ററി ഗ്രാൻഡായി തരണം, അല്ലെങ്കിൽ 2ാമത്തെ ചേട്ടന് പെയിന്റ് അടിക്കാൻ അനുവദിച്ചിട്ടുള്ള തുക അവിടെ നിന്ന് കട്ട് ചെയ്യണം, എന്നിട്ട് അതെനിക്ക് തരണം എന്ന് ആവശ്യപ്പെടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ കട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയുടെ പേരാണ് കട്ട് മോഷൻ എന്ന് പറയുന്നത്. സപ്ലിമെന്ററി ഗ്രാൻഡ് എന്ന് പറയുന്നത് റൂൾ 150-ലും കട്ട് മോഷൻ എന്ന് പറയുന്ന റൂൾ 145-ലും ഉള്ളൊരു സംഗതിയാണ്. ഒരു സാധാരണ MLA ചോദിക്കാം, എൻ്റെ മണ്ഡലത്തിൽ ഇന്ന കാര്യങ്ങൾക്ക് പൈസ ആവശ്യമുണ്ട്, അതും കൂടെ ചേർത്ത് വേണം ബജറ്റ് പാസ്സാക്കാൻ. ഈ ബജറ്റ് വോട്ടിനിടുന്നതിന്റെ പേരാണ് വോട്ട് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ വോട്ട് ഓഫ് അക്കൗണ്ട്സിന്റെ സമയത്ത് മെജോറിറ്റി ഉള്ളവരെ വിജയിക്കൂ. പക്ഷേ ഈ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളൊരു സംഗതി ഇതിനിടയിൽ ചെയ്യാൻ പറ്റും. ഈ കട്ട് മോഷൻ എന്നുള്ളത് ഒരു MLA മൂവ് ചെയ്യാതിരുന്നാൽ നാളെ മന്ത്രി ഫണ്ട് നിഷേധിച്ചാൽ സഹിക്കാനല്ലേ പറ്റൂ. ഓക്കെ, ഇനി ഈ കട്ട് മോഷൻ മൂവ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. ഭരണപക്ഷ MLA ആണെങ്കിൽ ജയിക്കും, പ്രതിപക്ഷ MLA തോക്കും. അപ്പൊ എന്ത് ചെയ്യും? ജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. പ്രതിപക്ഷ MLA സംബന്ധിച്ചിടത്തോളം നാളെ ഒരു മിനിസ്റ്റർ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ കട്ട് മോഷൻ അനുവദിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു കാര്യമില്ല അയാൾക്ക് പറയാം. പക്ഷേ ഭരണപക്ഷ MLA-മാർക്ക് ഒരു കട്ട് മോഷൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ എത്ര ഭരണപക്ഷ MLA-മാർ കട്ട് മോഷൻ മൂവ് ചെയ്തിട്ടുണ്ട്? ഇതാണ് അതിന്റെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു കാര്യമുണ്ടല്ലോ MLA ഫണ്ട്. ഈ MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് വെണ്ടയ്ക്ക മുഴുപ്പിൽ MLA-മാർ അവരുടെ പേരങ്ങ് എഴുതി വെക്കും. ഇത് ശരിക്കും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ആര് പറഞ്ഞു ഇല്ലീഗലാണെന്ന്? MLA ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓർഡറിന്റെ ക്ലോസ് നമ്പർ 6-ല് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വെണ്ടയ്ക്ക മുഴുപ്പിൽ അവരുടെ പേര് കൊത്തിവെക്കാമെന്ന്. ഒരു ഇല്ലീഗാലിറ്റിയും ഇല്ല. ഗവൺമെന്റ് ഓർഡർ ആയിരിക്കും, 2 കൂട്ടർക്കും പരാതി ഒന്നും കാണിയല്ല, അവനവന്റെ പേര് വരുന്ന കാര്യമല്ലേ. ഇപ്പൊ എന്തൊക്കെയാണാവോ ഗവൺമെന്റ് ഓർഡറിലുള്ളത്? ഗവൺമെന്റ് ഓർഡർ തന്നെയാണ്. 2001-ലാണ് ആദ്യമായിട്ട് ഈ ഗവൺമെന്റ് ഓർഡർ കൊണ്ടുവരുന്നത്. ഒരു സ്കീമായിട്ടാണ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2004-ല് ഇതിനെ അടിമുടി മാറ്റി സെൻട്രൽ സ്കീമിന് തത്തുല്യമായിട്ട്. ഇപ്പൊ തുക റിവൈസ് ചെയ്ത് വർഷം 1 കോടി രൂപയാണ് ഈ പറയുന്ന ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ട്. അപ്പോൾ 5 വർഷത്തേക്ക് വരുമ്പോൾ 5 കോടി രൂപയാവും. ഇന്റൻഷൻ എന്ന് പറയുന്നത് ആ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അകത്ത് ക്യാപിറ്റൽ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉണ്ടാക്കുന്ന സാധനം സ്ഥിരം ചെലവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ല. ആ ക്യാപിറ്റൽ സംഗതി എന്താണെന്ന് സ്പെസിഫിക്കലി എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്നും എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 ചോദ്യങ്ങൾ. 1, ഫണ്ട് ലാപ്സ് ആയി പോവോ? 2, ഫണ്ട് വരുന്ന വഴി ഏതാണ്? ഈ വരുന്ന ഫണ്ട് മോണിറ്റർ ചെയ്യുന്നത് ആരാണ്?
ഒന്നാമത്തെ ഉത്തരം MLA ഫണ്ട് 2004 ഗവൺമെന്റ് ഓർഡറിന്റെ ക്ലോസ് 4.2 പ്രകാരം ഒരിക്കലും ലാപ്സ് ആവില്ല. ആ ഫണ്ട് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഉപയോഗിച്ചില്ലെങ്കിൽ ഫണ്ട് വരുന്ന വഴി ബജറ്റ് സമ്മേളനത്തിൽ വോട്ട് ഓഫ് അക്കൗണ്ട്സിനിട്ട് അപ്രോപ്രിയേഷൻ ബില്ല് പ്രകാരം പാസ്സാവുന്ന തുക ഫൈനാൻസ് NC ഡിപ്പാർട്ട്മെന്റ് വഴി ജില്ലാ കളക്ടറിൽ തട്ടി MLAയിലേക്ക് റൗട്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ വരവ്. പൈസയുടെ ഉപയോഗവും ഇംപ്ലിമെന്റേഷനും പ്രോപ്പറായി നോക്കുന്നത് ഫൈനാൻസ് NC ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ബഡ്ജറ്റ് പാസ്സായാലേ MLA ഫണ്ട് ഉള്ളൂ. എത്രയും വേഗം ബഡ്ജറ്റ് പാസ്സാക്കേണ്ടത് MLAമാരുടെ ആവശ്യമാണ്. അങ്ങനെ ഉള്ളപ്പോൾ കട്ട് മോഷൻ ഒന്നും വരില്ല. പിന്നെ ഇനി ചോദിക്കാനുള്ളത്, ഇനി ഈ MLA ഫണ്ട് എന്ന് പറയുന്നത് അതിൽ സുതാര്യത ഉണ്ടോ എന്നുള്ളത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നുണ്ടോ? അപ്പോൾ ഇതിന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് തന്നെ സർക്കാർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ വെബ്സൈറ്റിൽ കയറാനോ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. ഒരു ബേസിക് പേജേ ഉള്ളൂ. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ RTI അത് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇൻഡിവിജ്വലി ഓരോ MLAമാരുടെയും സ്ഥലത്തുള്ള ആളുകൾ നോക്കി കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ സുതാര്യതയുടെ പോയിന്റിൽ കണ്ട ഒരു വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഓർഡർ എന്ന് പറയുന്നത് 26/8/2015 ഒരു ഓർഡറാണ്. അതിൽ ടെൻഡറിങ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള പ്രക്രിയ ആയതുകൊണ്ട് അത് സ്ക്രാപ്പ് ചെയ്യണം എന്ന് പറയുന്ന ആവശ്യത്തിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഗവൺമെന്റ് ഓർഡറാണ്. ചില ഏജൻസികൾ വേർ ടെൻഡർ ഇസ് മാൻഡേറ്ററി, അവർ മാത്രമേ ടെൻഡർ ചെയ്യുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ട്രാൻസ്പെറൻസി ഒരു ചെറിയ ക്വസ്റ്റ്യനബിൾ അവസ്ഥയാണ്. സോഷ്യൽ മീഡിയയിൽ ആളുകൾ MLA ഫണ്ടിന്റെ ദുരുപയോഗം തെളിവ് സഹിതം കാണിച്ചു തരുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെ അപ്പുറത്ത് ഒരു സാധാരണ പൗരന് ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫണ്ടിന്റെ ഉപയോഗം ജില്ലാ കളക്ടർ, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിലാണ് ഇതിന്റെ കോൺകോഴ്സ് പ്രോപ്പർലി നടക്കുന്നു എന്നുള്ളത് എൻഷുർ ചെയ്യുന്ന ഒരു വോട്ടറിന് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ലീഗലി ഉണ്ട്, അല്ലാതെ ഉണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലായി. MLA എന്ന് പറഞ്ഞാൽ അസാധ്യ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പൊസിഷനാണ്. എന്തുകൊണ്ടാണ് അവരത് യൂട്ടിലൈസ് ചെയ്യാത്തതെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. 5 പോസിബിലിറ്റീസ് ആണ് കാണുന്നത്. അതിൽ ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അത് ഞാൻ റൂൾ ഔട്ട് ചെയ്യാണ് ഇപ്പൊ തന്നെ. കാരണം നമ്മുടെ MLAമാര് അതിബുദ്ധിമാന്മാരാണ്. രണ്ടാമത്തെ സെഗ്മെന്റിലുള്ള എല്ലാ പോസിബിലിറ്റിയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഇവർക്കെല്ലാം ഇതെങ്ങനെ ചെയ്യണം എന്നറിയാം. ഒന്നാമത്തെ സാധ്യത മടിയാണ്, ചെയ്യാൻ വയ്യ. രണ്ടാമത്തെ സാധ്യത നിസ്സംഗതയാണ്. ഇവിടെ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു രീതി, ഇങ്ങനെ നടക്കൂ, അതുകൊണ്ട് ഇത് മതി. മൂന്നാമത്തെ പോസിബിലിറ്റി മനഃപൂർവ്വം ചെയ്യാത്തതാണ്. ഞാൻ ഇപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നാളെ അവര് അധികാരത്തിൽ നിന്ന് മാറി ഞാൻ അധികാരത്തിൽ വരുമ്പോൾ എനിക്കെതിരെയും ഇത് പ്രയോഗിക്കപ്പെടാം. ഭരണവർഗത്തിന്റെ ഇൻട്രസ്റ്റിനെ ഇത് ബാധിക്കാം. അങ്ങനെ ബാധിക്കുന്നത് എനിക്ക് നഷ്ടമാണ്. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ലാസ്റ്റ് ഉള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഭയമാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്ത് സ്റ്റാറായി കഴിഞ്ഞാൽ പാർട്ടിക്ക് മുകളിൽ ഞാൻ വളർന്നു എന്ന് പാർട്ടിക്ക് തോന്നിയാൽ പാർട്ടി എന്നെ വെട്ടിനീക്കും. വെട്ടിനീക്കലിൽ നഷ്ടം എനിക്ക് മാത്രമാണ്. നഷ്ടപ്പെടുന്ന ബെനിഫിറ്റുകൾ, അധികാരം, കരിയർ എന്ന് പറയുന്നത് എന്റെ മാത്രമാണ്. ആ റിസ്ക് ഞാൻ എടുക്കുന്നതിന് ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റും. ഇത്ര ആശങ്കപ്പെടാൻ മാത്രം എന്ത് ബെനിഫിറ്റാണ് ഈ MLAക്കുള്ളത്?